കണ്ണൻ, എന്തിനു വേണ്ടിയാണ് ഇയാൾ ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ഭാര്യയോട് ചെയ്തത്? പോലീസ് എന്താണ് പറയുന്നത്? പൂജ, ഇത് കുടുംബ പ്രശ്നമാണ്. ഇത്തരത്തിലുള്ള ഒരു നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകത്തിന് കാരണം. കുറെ ദിവസങ്ങളായി ഇവർ ഒരു പ്രശ്നത്തിലായിരുന്നു, കുടുംബ പ്രശ്നത്തിലായിരുന്നു. 6 ദിവസമായി അനില വീട്ടിലേക്ക് ചെന്നിരുന്നില്ല. ഇവർ നവംബർ 11-ാം തീയതി നായസ് ആശുപത്രിക്ക് സമീപത്ത് ഒരു ബേക്കറി ആരംഭിച്ചിരുന്നു. ആ ബേക്കറി ഈ ഭർത്താവും ഭാര്യയും ചേർന്നായിരുന്നു നടത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസം ഭർത്താവ് ആ ബേക്കറിയിലേക്ക് ചെന്നപ്പോൾ അവിടെ ഭാര്യയുടെ ഒരു സുഹൃത്തിനെ കണ്ടു. അതിന്റെ പേരിൽ തർക്കമായി. അവർ പാർട്ണർഷിപ്പ് ബിസിനസ് നടത്തുകയാണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വൈകിട്ട് ആ സുഹൃത്തുമായിട്ടുള്ള പാർട്ണർഷിപ്പ് അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ചർച്ചകളൊക്കെ തന്നെ നടക്കുകയും ഇന്ന് ഏതാണ്ട് 1,49,000 രൂപ നൽകാമെന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇന്ന് വൈകിട്ട് കട പൂട്ടി ഈ അനിലയും അതുപോലെ തന്നെ അനിലയുടെ കടയിലെ സ്റ്റാഫായിട്ടുള്ള സോണിയും കാറിൽ വരികയാണ്. ആ സമയത്ത് ചെമ്മാമുക്കിൽ വെച്ച് ഈ പത്മരാജൻ ഒരു ഒമിനി വാനിലെത്തുകയും ആ വാൻ ഈ കാറിന് കുറുകെ നിർത്തുകയും കാറിന്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന ഒരു പാത്രത്തിലാണ് പെട്രോൾ സൂക്ഷിച്ചിരുന്നത്. ആ പെട്രോള് നേരെ അനിലയുടെ ശരീരത്തേക്ക് ഒഴിക്കുകയാണ്. അതിനുശേഷം തീ കൊളുത്തുന്നു. അപ്പോൾ പ്രതി പോലീസിന് മൊഴി നൽകിയനുസരിച്ച് ഈ പെട്രോളിന് ഈ അനിലയ്ക്ക് തീ കൊളുത്തുന്ന സമയത്ത് അനില കരഞ്ഞ് കേണ് അപേക്ഷിക്കുന്നുണ്ട്, തന്നെ തീ കൊളുത്തരുതെന്ന് കേണ് അപേക്ഷിക്കുന്നുണ്ട്. എന്നാൽ അതുപോലും പരിഗണിക്കാതെ തീ കൊളുത്തുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. പെട്ടെന്ന് തന്നെ ഈ സൈഡിലത്തെ സീറ്റിലിരിക്കുകയായിരുന്ന സോണി ആ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കൈക്കും തുടയുടെ ഭാഗത്തും മാത്രമാണ് പൊള്ളലേറ്റിട്ടുള്ളത്. അദ്ദേഹത്തെ ഇപ്പോൾ കൊല്ലം ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ കുടുംബ പ്രശ്നം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇവർ തമ്മിൽ കുറേയേറെ നാളുകളായി കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് കഴിഞ്ഞ 6 ദിവസമായി അനില സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നില്ല. പെട്ടെന്ന് ആ വാഹനത്തിന്റെ നേരെ കുറുകെ നിർത്തുകയും ഈ പാത്രത്തിൽ കരുതിയിരുന്ന ഈ പെട്രോള് ഉപയോഗിച്ച് ശരീരത്തെ കൊഴിക്കുകയും തീ കൊളുത്തുകയുമായിരുന്നു. ഇന്ന് വൈകിട്ട് ഈ 5 ചർച്ചയ്ക്ക് ശേഷം ഇയാൾ കഴുത്തലയിലെ വീട്ടിലേക്ക് പോയിരുന്നു. വീട്ടിലേക്ക് പോയ ശേഷം കൊട്ടിയത്തുള്ള ഒരു പെട്രോൾ പമ്പിൽ നിന്നാണ് ഈ പെട്രോൾ വാങ്ങിയത്. ആദ്യം ഇയാളുടെ ഈ ഒമിനി വാനിൽ ഇന്ധനം നിറച്ചു. അതിനുശേഷം 300 രൂപയ്ക്ക് പെട്രോൾ വാങ്ങി തിരിച്ച് വീണ്ടും വീട്ടിൽ പോയി ഒരു മൂടിയുള്ള ഒരു പാത്രത്തിൽ ഈ പെട്രോൾ നിറച്ച ശേഷം തിരിച്ച് ഭാര്യയെ കൊലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് എത്തിയിരുന്നത്. നമുക്ക് പോലീസിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ പോലീസ് പ്രാഥമികമായി പത്മരാജനെ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലായത്, ഈ കാറിൽ അനിലയും അതുപോലെ തന്നെ അയാളുടെ സുഹൃത്തുമാണ് ഉണ്ടായിരിക്കുക എന്നുള്ള ഒരു ആണ് കരുതിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രത്തോളം പെട്രോൾ വാങ്ങിച്ച് ഒരു കൊലപാതകം നടത്താൻ വേണ്ടിയുള്ള 2 പേരെയും കൊലപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു അയാൾക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ തന്നെ ഈ പത്മരാജൻ വന്ന കാറും അതുപോലെ തന്നെ അനില സഞ്ചരിച്ചിരുന്ന കാറും പൂർണ്ണമായും കത്തി നശിച്ചു. നാട്ടുകാർ ഇവരെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. പക്ഷേ വലിയ രീതിയിൽ തീ ആളിപ്പടരുകയാണ്. അങ്ങനെയാണ് അവർ പെട്ടെന്ന് മരണത്തിന് കീഴടങ്ങിയത്. പെട്ടെന്ന് തന്നെ സോണിയെ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിനിഷ്ഠൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ്. ഇവർക്ക് 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട്, ഒരു മകളുണ്ട്, വിദ്യാർത്ഥിനിയാണ്. ആ പെൺകുട്ടി അവരുടെ വീട്ടിലാണ് ഉള്ളത്. ആ ഒരു മകളെ പോലും ഓർക്കാതെയാണ് ഈ സ്വന്തം ഭാര്യ ഇത്തരത്തിൽ ക്രൂരമായി കൊലപ്പെടുത്തിയത്. കുടുംബ പ്രശ്നങ്ങൾ കൊലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വന്നത്, അങ്ങനെയാണോ അറിയുന്നത് കണ്ണൻ? ഈ കാറിലുണ്ടായിരുന്ന സ്റ്റാഫ് സോണിയെ കൊലപ്പെടുത്തുക എന്നുള്ളതല്ല, അനിലയുടെ സുഹൃത്തായിട്ടുള്ള മറ്റൊരു യുവാവിനെ കൊലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു എത്തിയിരുന്നത്. പക്ഷേ ആ കാറിൽ ആ യുവാവ് ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. തന്നെയായാലും ഇപ്പോൾ ഭാര്യയെ കൊലപ്പെടുത്തിയിരിക്കുന്നു. അയാളെ ഈസ്റ്റ് സിഐയുടെയും കൊല്ലം ACP ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അയാളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഇപ്പോൾ അനിലയുടെ മൃതദേഹം കൊല്ലം ജില്ലാ ആശുപത്രിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഇപ്പോൾ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ മോർച്ചറി പ്രവർത്തനരഹിതമാണ്. അതുകൊണ്ട് തന്നെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ സന്നദ്ധ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. ഒരു കുടുംബ പ്രശ്നമാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. പെട്ടെന്ന് അവിടെ കുറേയേറെ ആൾക്കാരുണ്ടായിരുന്നു. ചെമ്മാൻമുക്ക് എന്ന് പറയുന്ന SN കോളേജിനോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ സാധാരണ 8 മണി 9 മണിയൊക്കെ ആകുമ്പോഴേക്കും വലിയ തിരക്കുള്ള ഒരു പ്രദേശം തന്നെയാണ്. കാര്യം അവിടെ കുറെ ഹോട്ടലുകളും മറ്റ് കടകളും ഒക്കെ തന്നെ ഉണ്ട്. അവിടെയൊക്കെ തന്നെ ഒട്ടേറെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഒരാൾക്ക് പോലും അങ്ങോട്ട് അടുക്കാൻ സാധിക്കാത്ത രീതിയിൽ തീ പടരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ആ സ്ത്രീയുടെ അനിലയുടെ ശരീരത്തെ പൂർണ്ണമായും ഈ ഇന്ധനം വീണിരുന്നു. അവർക്ക് ഈ സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സീറ്റ് ബെൽറ്റ് ഒഴിവാക്കി അവർക്ക് ഡോർ തുറന്ന് പുറത്തേക്ക് പോകാൻ സാധിച്ചില്ല. മാത്രമല്ല ഈ കാറിൽ, അതായത് ഒമിനി വാഹനത്തിലാണ് ഈ പത്മരാജൻ എത്തിയത്. ആ പത്മരാജന്റെ സീറ്റ് ബെൽറ്റ് ധരിച്ചത് അയാൾ പെട്ടെന്ന് ഇറങ്ങി മാറിയതിനാലാണ് അയാൾക്ക് തീപ്പൊള്ളലേൽക്കാതെ പോയത്. കാര്യം ഈ പെട്രോൾ ഒഴിക്കുന്ന സമയത്ത് ഇയാളുടെ കാറിലേക്കും കുറേയേറെ പെട്രോളിന്റെ കുറച്ച് ഭാഗം വീണിരുന്നു. അങ്ങനെയാണ് അയാൾ പെട്ടെന്ന് മാറിയതുകൊണ്ടാണ് അയാൾക്ക് പരിക്കേൽക്കാതെ പോയത്. സോണിക്ക് വലിയ പരിക്കില്ല, കൈക്കും കാലിനും തുടയുടെ ഭാഗത്തും പൊള്ളലേറ്റിട്ടുണ്ട്. ഇയാളെ വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റ് ആശുപത്രിയിലേക്ക് മാറുന്നതിനെ കുറിച്ചും ഡോക്ടർമാർ ആലോചിച്ചിട്ടുണ്ട്. അതിനിഷ്ഠൂരമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് ഇന്ന് 9:10 ചെമ്മാമുക്കിൽ അരങ്ങേറിയത്.